ഹായ് പ്രിയമുള്ളവരെ, നമസ്കാരം. ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈല് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ അത് മൊത്തം ഏതോ ഒരു സൈഡ് കുത്തി വീണത് കൊണ്ട് അത് മൊത്തം ഡെഡായിരുന്നു. പിന്നെ അത് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, കോണ്ടാക്റ്റുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കോളുകൾ വിളിക്കാൻ പറ്റുന്നില്ല, ആകെ ഡെഡായിപ്പോയി. അപ്പം ഞാനത് ഇതിന് വാറണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു എറണാകുളത്ത് ഒരു ഷോറൂമിൽ ചെന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇത് വാറണ്ടി ഉള്ളത് കൊണ്ട് ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് സമയം പിടിക്കും, പിന്നെ എൻ്റെ ഡാറ്റ കംപ്ലീറ്റ് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കണക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, കാരണം നമുക്ക് ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് തന്നെയല്ല, ഇത് മിക്കവാറും ഒരു 10-14 ദിവസമെങ്കിലും എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മൊബൈൽ ഒരു 10 മിനിറ്റോളം കയ്യിലില്ലെങ്കിൽ നമുക്ക് ആകെ ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത് യൂട്യൂബ് കാണാനോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് ഒന്നും കാണാനല്ല, നമ്മൾക്ക് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഭയങ്കരമാണ്. അപ്പോൾ ഈ കണക്ഷൻ ഈ നമ്മുടെ കോണ്ടാക്റ്റ് മൊത്തം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ 14 ദിവസം എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചു പോയി. അപ്പം ഞാൻ തിരികെ പോന്നു കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇങ്ങനെ എറണാകുളത്ത് നമ്മുടെ എടപ്പള്ളി സിഗ്നൽ കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴക്ക് പോകുമ്പോൾ ആ സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു 50 മീറ്റർ കഴിയുമ്പോൾ ഒരു സർവീസ് റോഡുണ്ട്. അതിലങ്ങോട്ട് പോയി ചെല്ലുമ്പോൾ തന്നെ ഒരു 100-150 മീറ്റർ ചെല്ലുമ്പോൾ തന്നെ ഐക്കെയർ ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ഐഫോണിൻ്റെ ഇതുപോലെ തന്നെ അവിടെ എല്ലാ കംപ്ലൈൻറ്റുകളും മാറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചേട്ടൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊന്ന് പോയി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും എന്തോ കേസൊക്കെ ഇടുന്നൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇട്ട് തന്നിട്ട് റെഡിയാക്കി. അപ്പം എനിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ, കാരണം 10-14 ദിവസം വേണമെന്നൊക്കെ പറഞ്ഞ സംഭവം നമുക്ക് ഒരു 3.5 മണിക്കൂർ കൊണ്ടൊക്കെ അത് റെഡിയാക്കി തന്ന് വളരെ നല്ല സർവീസാണ് ഐക്കെയർ ഫോണിൻ്റെ. അത് തന്നെയല്ല, നമുക്ക് ഇപ്പം പറഞ്ഞു വിട്ട് പെട്ടെന്നൊക്കെ സംഭവങ്ങൾ കിട്ടണമെങ്കിലും ഒരുപാട് നേരം പിടിക്കാൻ വേണ്ട സർവീസ് ചാർജും വളരെ കൂടുതലൊന്നുമില്ല, വളരെ ചെറിയൊരു എമൗണ്ടാണ് വാങ്ങിച്ചുള്ളൂ. പിന്നെ അത് തന്നെയല്ല, നമുക്ക് എന്താണ് പറയുന്നത്, ഇത് എനിക്കൂടെ കേരളത്തിൽ കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെ ഇതിൻ്റെ ഷോറൂമുകളുണ്ട്. നമുക്ക് എവിടെയും അവൈലബിൾ ആണ് ഇവർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സമയത്തിൻ്റെ ഒരു പരിമിതി, കാരണം 14 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു 3.5 മണിക്കൂർ കൊണ്ട് കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ കാര്യമല്ലേ അത്. പിന്നെ അത് തന്നെയല്ല, ഡാറ്റ ഒട്ടും പോയിട്ടില്ല, ഡാറ്റ എന്ന് പറഞ്ഞ സംഭവമേ പോയിട്ടില്ല. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബെനിഫിറ്റാണ് നമുക്ക്. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പം ഈ ആപ്പിളിൻ്റെ ഫോണോ അല്ലെങ്കിൽ ആപ്പിളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലോ കൈവശോ എന്തെങ്കിലും പറ്റിയിട്ട് മാറ്റാൻ പറ്റൂല അല്ലെങ്കിൽ ശരിയാകാവൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐക്കെയർ സെൻറ്ററിൽ ചെല്ലുക. ഐക്കെയർ ഫോൺ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ ചെന്നാൽ എന്തായാലും അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടുതരും. നമ്മുടെ എനിക്ക് ഐഫോണുമായി ബന്ധപ്പെട്ട് എല്ലാം, ലാപ്ടോപ്പ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈവശമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് എടപ്പള്ളി തൊട്ട് എടപ്പള്ളി കഴിഞ്ഞിട്ട് ആ സർവീസ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു 100 മീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് മറക്കണ്ട, ഐക്കെയർ ഫോൺ എന്നാണ്. താങ്ക് യു. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും നേരത്തെ കിട്ടിയത് കൊണ്ടൊക്കെയാണ് ഞാനിത് പങ്കുവച്ചത്. അപ്പോൾ ഓക്കെ.